ധർമ്മം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവരുടെ മരണപ്പെട്ടു പോയ പിതാവിന്റെ ഖബറിൽ നീ അത് കാരണമായി സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ. അവർക്കുള്ളതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീ തീർത്തു നൽകണേ അല്ലാഹ്. അവരുടെ ഉമ്മയുടെ രോഗം നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ഒരു സഹോദരി 500 രൂപ മനസ്സമാധാനത്തിന് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ പ്രയാസം എന്താണ് എന്ന് അവൻ അറിയാം. അർഹമുർ റഹീമായ റബ്ബ് മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അവർക്കുള്ളതായ മാനസിക വിഷമം ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ദൂരീകരിക്കട്ടെ. മനസ്സിന് അല്ലാഹു സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. മജ്ലിസിനോട് ഭക്ഷണത്തിലേക്ക് കരിമങ്കണ്ടി അബ്ദുറഹ്മാൻ ഹാജി 2000 രൂപ, ഒരു സഹോദരൻ 5000 രൂപ പ്രത്യേകം ദുആ ചെയ്യാം. അല്ലാഹു ഇരുവരുടെയും ദാനധർമ്മങ്ങളെ കബൂൽ ചെയ്യട്ടെ. അർഹമുർ റഹീമായ റബ്ബ് അവരുടെ ഹലാലായ മുറാദുകൾ മനസ്സിലാക്കട്ടെ. വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. മരിച്ചവർക്ക് അതിന്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 2 ദിവസമായി നമ്മൾ ഈ പള്ളിയുടെ മുറ്റത്ത് മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ ഒരുക്കപ്പെട്ട ഈ നഗരിയിൽ ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ നൽകപ്പെടുന്ന മജ്ലിസിൽ നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാസൗഭാഗ്യമായി ഈ ഒരു ഇരുത്തത്തിനെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമാണ് ഈ ഭൗതികമായ ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് കേവലം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് തുടങ്ങുന്നതല്ല. അത് ആലമുൽ അർവാഹിലൂടെ, ആലമുൽ അർഹാമിലൂടെ, ആലമുൽ ദുനിയായിലൂടെ, ആലമുൽ ബർസഖിലൂടെ, അങ്ങനെ പോയി മഹ്ശറിലൂടെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എത്തിച്ചേരുന്ന ഒരു യാത്രയാണ്. നമ്മുടെ യാത്ര പുറപ്പെട്ട് അല്ലാഹു ഓരോരുത്തർക്കും കണക്കാക്കപ്പെട്ട സ്ഥലത്തിലേക്ക് എത്തുന്നതിനിടയിൽ വിവിധങ്ങളായ സാഹചര്യങ്ങളെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ചില സ്ഥലങ്ങളിൽ കൂടുതൽ കാലം നമ്മൾ ജീവിക്കേണ്ടതുണ്ട്, ജീവിച്ചു തീർന്നതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന ഘട്ടങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതും നമ്മുടെ ജയപരാജയങ്ങളെ ആശ്രയിച്ച് നിലകൊള്ളുന്നതുമാണ്. ആലമുൽ അർവാഹി എന്ന് പറയുന്ന ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. ആദം നബി അലൈഹിസ്സലാമിന് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകാനിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും അർവാഹുകളെ അല്ലാഹു സംവിധാനിച്ചു. മഹാന്മാർ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആലമുൽ അർവാഹിൽ വെച്ച് ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ സന്തതികളെയും ഒരുമിച്ച് കൂട്ടി ആദം നബി അലൈഹിസ്സലാം തന്റെ വലഭാഗത്തേക്ക് നോക്കി പുഞ്ചിരിക്കുകയും ഇടഭാഗത്തേക്ക് നോക്കി കരയുകയും ചെയ്തു. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കപ്പെട്ടു, എന്താ നിങ്ങൾ ഇടതുഭാഗത്തേക്ക് നോക്കിയിട്ട് കരഞ്ഞത്? എന്താ നിങ്ങൾ വലതു ഭാഗത്തേക്ക് നോക്കി ചിരിച്ചത്?
ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ വലഭാഗത്തുള്ള മക്കൾ സ്വർഗത്തിലേക്കുള്ള നല്ല സാലിഹീങ്ങളായ മക്കളാണ്. അവരെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അള്ളാഹു അവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഇടതുഭാഗത്തേക്ക് നോക്കിയപ്പോൾ എന്റെ ദുർവൃത്തരായ തിന്മ ചെയ്യുന്ന ആളുകളാണ്. അവരെ കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നിയതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. അള്ളാഹു അവരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ ആലമുൽ അർവാഹിൽ നടന്ന പല സംഭവങ്ങളെ സംബന്ധിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വൈദ് അഖദ റബ്ബുക മിൻ ബനി ആദമ, ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കരാറിനെ പിടിച്ച സന്ദർഭം നബിയെ നിങ്ങൾ ഓർക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്തത്? അലസ്തു ബി റബ്ബികും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലൂ ബല, എല്ലാവരും പറഞ്ഞു അതേ പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബാണ്. ഇങ്ങനെ ഒരു മഹാസംഗമം അവിടെ നടന്നതായി പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഞാനിത് പറഞ്ഞത് ആലമുൽ അർവാഹി എന്ന് പറയുന്ന ഒരു ലോകം, ഈ ജഡമാകുന്ന നമ്മുടെ ഈ ശരീരത്തിന്റെ കൂട്ടിലേക്ക് നമ്മുടെ അർവാഹുകളെ അല്ലാഹു അയക്കുന്നതിന് മുമ്പ് എല്ലാ അർവാഹുകളെയും ഒരുമിച്ച് കൂട്ടിയ ഒരു സന്ദർഭം കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്ര കാലമാണ് അവിടെ ജീവിച്ചത് എന്ന് നമുക്ക് എണ്ണി തീർക്കാൻ സാധിക്കുകയില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ അവിടെ ജീവിച്ചു പോയി. ആ സന്ദർഭത്തിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീറുൽ ജമലിൽ കാണാം, മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅദ്കുറുൽ അഹദല്ലദീ അഹദ ഇലയ്യ റബ്ബി അലസ്തു ബി റബ്ബികും ഖാലൂ ബലാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ റബ്ബ് ആലമുൽ അർവാഹിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ച ചോദ്യവും, അതേ റബ്ബേ നീ ഞങ്ങളുടെ റബ്ബാണ് എന്ന് എല്ലാവരും മറുപടി പറഞ്ഞതും കൃത്യമായി ഞങ്ങൾക്കറിയാം. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് വരുന്ന എല്ലാ ആളുകളും ഇതിന് സാക്ഷികളാണ്. പക്ഷേ നമ്മളെ പോലെയുള്ള സാധുക്കളായ ആളുകൾക്ക് അത് ഓർമ്മയില്ല എന്ന് മാത്രം. വേറെയും സ്വഹാബത്ത് പറഞ്ഞതായി തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ആലമുൽ അർവാഹി എന്ന് പറയുന്ന ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് എത്ര കാലമാണ് നമ്മൾ ജീവിച്ചത് എന്ന് ഒരിക്കലും കൃത്യപ്പെടുത്താൻ സാധ്യമല്ല. ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ജീവിച്ചുപോയി. ഉമ്മയുടെ ഗർഭാശയത്തിലെത്തി ഈ ദുനിയാവിലേക്ക് നമ്മൾ പറന്നു വീണു. ഈ ദുനിയാവിൽ എത്ര കാലം നമ്മൾ ജീവിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നല്ലവണ്ണം ചിന്തിക്കണം. കുറഞ്ഞ കാലഘട്ടം മാത്രമാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുക. എന്റെ സമുദായത്തിന്റെ വയസ്സ് 60ന്റെയോ 70ന്റെയോ ഇടയിലാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ള ആലമുൽ ബർസഖിലേക്കാണ്. എന്താ ബർസഖ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊക്കെ അറിയാം. മദ്രസയിൽ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആലമുൽ ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം മുതൽ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത് ഊതുന്നത് വരെ, മരണപ്പെട്ട എല്ലാ ആളുകളും പുനർജനിക്കുന്നത് വരെയുള്ള കാലഘട്ടം, ഖബറിന്റെ ഉള്ളിൽ കഴിയുന്ന കാലഘട്ടം, അതാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്നത്. അല്ലാഹു അവിടെ നമുക്ക് റാഹത്താക്കി തരട്ടെ. ആ ആലമുൽ ബർസഖിൽ എത്ര കൊല്ലം നമ്മൾ ജീവിക്കേണ്ടി വരും? കൊല്ലക്കണക്ക് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി, എത്ര കൊല്ലം നമ്മൾ അവിടെ കഴിയണം ആലമുൽ ബർസഖിൽ? ഒരിക്കലും നമുക്ക് നിജപ്പെടുത്താൻ സാധ്യമല്ല. മഹാനായ സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനോട്
ഒരു സംഘം ആളുകൾ വന്നിട്ട് പറയുന്നു, ഈസാ നബിയെ, നിങ്ങൾ മരണപ്പെട്ടു പോയവരെ ജീവിപ്പിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്കതിൽ വിശ്വാസമാകാൻ ഒരു മരിച്ച വ്യക്തിയെ ഞങ്ങൾക്ക് നിങ്ങളൊന്ന് ജീവിപ്പിച്ചു തരുമോ? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ, ഞാൻ ജീവിപ്പിച്ചു തരാം, ഇൻഷാ അല്ലാഹ്. അവർ ഒരു ഖബർ കാണിച്ചു കൊടുത്തു, ഒരു പഴകിയ ഖബർ. ഈസാ നബി അലൈഹിസ്സലാം റക്അത്ത് നിസ്കരിച്ചിട്ട് ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ സമ്മതപ്രകാരം എഴുന്നേൽക്കണമെന്ന് പറഞ്ഞു. ഖബർ തുറന്നു, അതിൽ നിന്ന് ആൾ എഴുന്നേറ്റു. ഫഇദാ ഹുവ സാമു ഇബ്നു നൂഹ് അലൈഹിസ്സലാം. എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരാണ്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ സാം എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഈസാ നബി അലൈഹിസ്സലാം, മുൻദു കം സനതിൻ അൻത മയ്യിത്, എത്ര കൊല്ലമായി നിങ്ങൾ മയ്യിത്തായി ഖബറിൽ കിടക്കുന്നു? സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, 4000 കൊല്ലമായി, 4000 കൊല്ലമായി ഞാൻ ഈ ഖബറിൽ മയ്യിത്തായി കിടക്കുന്നു. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അദ്ദേഹം പറഞ്ഞു, മരണത്തിന്റെ വേദന ഇപ്പോഴും എന്റെ ശരീരത്തിൽ നിന്ന് പോയിട്ടില്ല. 4000 കൊല്ലം മുമ്പ് മരിച്ചുപോയ അദ്ദേഹം ഇക്കാലം അത്രയായിട്ടും മരണത്തിന്റെ സമയത്ത് അനുഭവിച്ച വേദന ഇപ്പോഴും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. അല്ലാഹു സക്കറാത്തുൽ മൗത്ത് നമുക്ക് എളുപ്പമാക്കി തരട്ടെ. മഹാന്മാരായ ബദരീങ്ങളെ തപസ്സുലാക്കി ദുആ ചെയ്യുന്നത് അതല്ലേ? ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലമീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. സക്കറാത്തുൽ മൗത്ത് വലിയ വിഷയമുള്ള കാര്യം, ഇൻഷാ അല്ലാഹ് നമുക്ക് വരാം. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം സാമിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, 4000 കൊല്ലമായി ഞാൻ മയ്യിത്തായി കിടക്കുന്നു എന്നാണ്. എന്നാൽ അവിടെ നിന്നോട്ട് പിന്നെയും 2000 കൊല്ലം കഴിഞ്ഞുപോയി. ഇപ്പോൾ 6000 കൊല്ലം കഴിഞ്ഞു ഖബറിനടിയിൽ കിടക്കുകയാണ്. ബർസഖ് എന്ന് പറയുന്ന ഖബറിന്റെ ഉള്ളിലുള്ള ജീവിതം എത്ര കാലമാണെന്ന് നമുക്ക് നിജപ്പെടുത്താൻ സാധ്യമല്ല. അത് കഴിഞ്ഞിട്ട് മഹ്ശർ എന്ന് പറയുന്ന ഒരിടമുണ്ട്. ആളുകളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം. അവിടെ 1000കണക്കിന് കൊല്ലം നമ്മൾ നിൽക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം. ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട്, കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് തീർക്കണം. അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. വിശുദ്ധ ഖുർആനിന്റെ നസ്വാണ് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50000 കൊല്ലം അവിടെ കഴിച്ചു കൊടുക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഇമ്മാ ഇലാ ജന്ന വ ഇമ്മാ ഇലൻ നാർ, ഒന്നിരിക്കൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലേക്ക്. രണ്ടിടത്താണെങ്കിലും കയറിയാൽ പിന്നെ മരണമില്ലാത്ത ജീവിതമാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. ആലമുൽ അർവാഹിലൂടെ, ആലമുൽ ദുനിയയിലൂടെ, ആലമുൽ ബർസഖിലൂടെ, ആലമുൽ ഹശറിലൂടെ സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ എത്തിച്ചേരുന്ന ഒരു യാത്ര. ഈ യാത്രയെ സംബന്ധിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി. എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹദീസ്, നമ്മുടെ പള്ളികളിൽ വഴങ്ങി വരുന്ന മുതഅല്ലിമീങ്ങൾ വരെ പറഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ പൊത്തിവെക്കപ്പെട്ട ഒരു ഹദീസ്. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദുൽ മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ്, മോനെ കുഞ്ചി ദുനിയാ കഅന്നക ഗരീബ്, നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു വിദേശിയെ പോലെ ജീവിക്കണം. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. ഈ യാത്രയെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വഴിയാത്രക്കാരന് കിട്ടുന്ന അത്ര സമയമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആലമുൽ അർവാഹിൽ എത്ര കൊല്ലം ജീവിച്ചു എന്ന് നമുക്കറിയില്ല. ഖബറിനുള്ളിൽ എത്ര കൊല്ലം ജീവിക്കുമെന്ന് നമുക്കറിയില്ല. മഹ്ശറിലാവട്ടെ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം ജീവിക്കണം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അറ്റമില്ലാത്ത ജീവിതമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലെ ജീവിതത്തിനെ സംബന്ധിച്ച് നമ്മളൊരു ശരാശരി ആയുസ്സെടുത്ത് പരിശോധിച്ചാൽ 70 വയസ്സ് വരെ നമ്മൾ കണക്കാക്കിയാൽ ഒരു മനുഷ്യന് 70 വയസ്സ് ലഭിക്കുമെങ്കിൽ 25,550 ദിവസമാണ് ഈ ലോകത്ത് അവന് ജീവിക്കാനുള്ള അവസരമുള്ളത്. 70 വയസ്സൊരാൾ ജീവിക്കുകയാണെങ്കിൽ ദിവസക്കണക്ക് കൂട്ടിയാൽ 25,550 ദിവസം. മഹ്ശറിലെ കൊല്ലക്കണക്ക് പോലും ദിവസക്കണക്കിന് ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്നില്ല. അതിന്റെ പകുതിയെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. 50,000 കൊല്ലം എന്നാണ് മഹ്ശറിനെ സംബന്ധിച്ച് പറഞ്ഞത്. 50,000 ദിവസമല്ല, 50,000 മാസമല്ല, 50,000 കൊല്ലം. എന്നാൽ ദുനിയാവിൽ ഒരാൾക്ക് 70 വയസ്സ് ലഭിക്കുമെങ്കിൽ ദിവസക്കണക്കിന് 25,550 ദിവസം മാത്രമാണ് ദുനിയാവിൽ അയാൾക്ക് ജീവിക്കാൻ അവസരമുള്ളത്. ആ 25,550 നേർ പകുതി നമ്മൾ ഉറങ്ങി തീർക്കാൻ വിനിയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ 12,775 അതല്ലേ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മറ്റ് ശുഗലുകൾക്ക് വേണ്ടി. അതിൽ എത്ര കണ്ടം നമ്മൾ ഇബാദത്തിന് നമ്മുടെ സമയത്തിന് വിനിയോഗിക്കാൻ സാധിക്കുന്നുണ്ട്? അതിൽ ഏറെ ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ഇബാദത്തിന് വേണ്ടി എന്ന് പറയുന്നത് വളരെ വളരെ കുറച്ച് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബോധം നൽകുമാറാവട്ടെ. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗം ലഭിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, യജമാനനായ റബ്ബിന്റെ അടിമയായി മാറാൻ, അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും സ്വാംശീകരിക്കാൻ നമ്മുടെ മുമ്പിൽ എന്താണ് മാർഗമുള്ളത്, എന്താണ് വഴിയുള്ളത്? ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം. ഇന്നലെ വാഫിസ്ഥാൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയില്ലേ, മുഅ്മിനായ മനുഷ്യന്റെ ചിന്ത എങ്ങനെ എന്റെ റബ്ബിന്റെ അടിമയാകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചായിരിക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖാകൾ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചായിരിക്കും. നമ്മളൊക്കെ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെ എന്റെ റബ്ബിന്റെ ഇഷ്ടം എനിക്ക് കരകതമാക്കാൻ സാധിക്കും? അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം എന്ന് പറയുന്നത് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഭവനമാണ്. അതിനെ ആഗ്രഹിക്കുന്നത് തെറ്റില്ല, പക്ഷെ അതിനേക്കാളും വലുത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. സ്വർഗമോ നരകമോ ഏതുമാവട്ടെ, മഹാന്മാർ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. സ്വർഗമോ നരകമോ എന്തുമാവട്ടെ, എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം, പൊരുത്തം ലഭിക്കണം. പക്ഷെ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ചാലോ പിന്നെ നരകത്തിൽ അവൻ ഇടുകയില്ല. ഈ കുറഞ്ഞ കാലഘട്ടം നാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് ഒരിക്കലും ശുക്റായി തീരുകയില്ല. ആ ശുക്ർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടനമായി തീരുകയില്ല. അള്ളാഹു നമുക്ക് നൽകിയ കണ്ണ് എന്ന് പറയുന്ന നിഅമത്തിന് പോലും മരണം വരെ നമ്മൾ സുജൂദിൽ കിടന്നാലും
പ്രത്യുപകാരമായി തീരൂല, നന്ദിയായി തീരൂല. പിന്നെ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗം നമുക്ക് ലഭിക്കുക? മഹാന്മാരായ സഹാബത്ത് വലിയ പേടിയിലായിരുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ പറഞ്ഞില്ലേ, സ്വഹാബാ ലാ യൻജുവന്ന അഹദുകും ബിഅമലി, നിങ്ങളിൽ ഒരാളും തന്റെ അമൽ കൊണ്ട് രക്ഷപ്പെടുകയില്ല. സ്വഹാബാ, നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ അമൽ കൊണ്ട് രക്ഷപ്പെടുകയില്ല. മഹാന്മാരായ സഹാബത്ത് ഞെട്ടിത്തെരിച്ചു പോയി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അത്യാവശ്യം നിർബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റ് സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാഹു എല്ലാം ഖബൂൽ ചെയ്യട്ടെ. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് വലിയ ആശ്വാസമാണ്, സമാധാനമാണ്. എങ്ങനെയാണ് നമുക്ക് സമാധാനിച്ചിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് നമുക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കുക? ചെയ്തുപോയ അമലിന്റെ അവസ്ഥ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ടോ? നമ്മൾ സാധാരണ പറയാനുള്ളത് പോലെ മേപ്പറയുള്ളവനെ തീപ്പൊരിയുള്ളൂ എന്ന് പറയാറുണ്ട്. മേലെ കത്താനുണ്ടെങ്കിലല്ലേ തീപ്പൊരിനെ പേടിക്കേണ്ടതുള്ളൂ എന്നതുപോലെ അമലുണ്ടെങ്കിലല്ലേ ആ അമല് സ്വീകാര്യമാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. ചെയ്യാത്തവരെ സംബന്ധിച്ചൊന്നും പറയാനില്ല. ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ബേജാറാകണമെന്നാണ്. ആ ചെയ്തു പോയ അമല് സ്വീകരിക്കാൻ വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ പോലും സമയം ലഭിക്കാതെ എഴുന്നേറ്റോടുന്നവരാണ് ഞാൻ നിങ്ങളും. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്തില്ല, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നീ പൂർത്തിയാക്കി നീ സ്വീകരിക്കണേ റഹ്മാനേ. ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയത് മുഖ്ലിസീങ്ങളായ തന്റെ അടിമകളിൽപ്പെട്ട ആളാണ് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹനീഫും മുസ്ലിമുമാണ് എന്നാണ്. കറകളഞ്ഞ വിശ്വാസത്തിനുടമയാണ് എന്നാണ്. ആ മുഖ്ലിസായ യഥാർത്ഥ മുസ്ലിമായ പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും താൻ ചെയ്ത ഇബാദത്ത് സ്വീകരിക്കാൻ വേണ്ടി യജമാനനായ റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മൾ നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റും ദുആയും പോലും പങ്കെടുക്കാൻ സമയം ലഭിക്കാതെ ഓടുന്നവരാ എല്ലാവരെയും അല്ല പറയുന്നത്. നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബാദത്തിന്റെ ഉള്ളിലേക്ക് കടന്നാലോ അതിൽ എത്ര അടക്കാമുണ്ടാകും, അതിൽ എത്ര സ്വീകാര്യമായ ഭാഗങ്ങൾ ഉണ്ടാകും, അതിൽ എത്ര പൊള്ളയായ ഭാഗങ്ങൾ ഉണ്ടാകും. ഒരു 4 റക്അത്ത് നിസ്കരിച്ചാൽ, ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ അതിൽ പൂർണ്ണമായും സലാം കിട്ടുന്നത് വരെ, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം കിട്ടുന്നത് വരെ അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം നിൽക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. മഹാന്മാർക്ക് വരെ സാധിച്ചിട്ടില്ല, പിന്നെ സാധുക്കളായ നമുക്ക് എങ്ങനെ സാധിക്കാനാ? അങ്ങനെയുള്ള നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി യജമാനനായ റബ്ബിനോട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ഇത് പറയാൻ പോലും നമുക്ക് സമയം ലഭിക്കാതെ ഓടുന്നവരാണ്. എന്നാൽ മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയല്ലല്ലോ. സ്വഹാബത്തിന്റെ ഇബാദത്തിന്റെ കഥ എന്താ നിങ്ങൾക്കറിയുമോ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധത്തിന്റെ വേളയിൽ മഹാന്മാരായ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ, ഇന്നത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് കാവൽ നിൽക്കാൻ തയ്യാറുള്ളവരാരാണ്? മഹാന്മാരായ 2 സ്വഹാബത്ത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ നിന്നുകൊള്ളാം.
രണ്ട് സ്വഹാബത്ത് പറഞ്ഞു, നമുക്ക് നല്ലോണം അത്യാവശ്യം ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ കയറി നിൽക്കാം. നബിയും സ്വഹാബത്തും സമാധാനത്തോടുകൂടെ കടന്നുറങ്ങട്ടെ. ശത്രുക്കൾ വരുന്നുണ്ടോ ഇല്ലേ എന്ന് ഉയരമുള്ള മലയിൽ കയറി നമുക്ക് നിരീക്ഷിക്കാം. രണ്ട് സ്വഹാബാക്കളും മല കയറി. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും കടന്നുറങ്ങുന്നതിന്റെ തൊട്ടടുത്തുള്ള മല. അവിടെ ജാഗരൂകരായി നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ ഒരു സ്വഹാബിയുടെ മനസ്സിൽ ഒരു കാര്യം ഉദിച്ചു. എന്തിനാ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഉറക്കൊഴിക്കുന്നത്? ഞാൻ കാവൽ നിന്നോളാം, നിങ്ങളൊന്ന് ഉറങ്ങിക്കോളൂ. കുറച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുന്നേറ്റ് കാവൽ നിൽക്കണം, ഞാൻ ഉറങ്ങിക്കോളാം. അങ്ങനെ കൂടെയുള്ള സ്വഹാബി ഉറങ്ങി. അപ്പോഴാണ് ഉണർന്നു നിൽക്കുന്ന ഈ സ്വഹാബിയുടെ മനസ്സിൽ ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇവിടെ ഇപ്പൊ ശത്രുക്കളൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനതിന് വെറുതെ ഇങ്ങനെ നിൽക്കണോ, കുറച്ച് നിസ്കരിച്ചേക്കാം എന്ന് വരും. അവരുടെ ഹൃദയം പോകുന്നപ്പോ അവരുടെ ചിന്ത പോകുന്നത് നോക്ക് നിങ്ങൾ. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തെടുക്കും? മൊബൈൽ എടുത്തോണ്ടാ തുടങ്ങില്ലേ? പുതിയ കാലം വെറുതെ സമയം വേസ്റ്റ്. മഹാനായ സഹാബി വര്യൻ എഴുന്നേറ്റ് നിന്നിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. ആ നിസ്കാരത്തിന്റെ ഘട്ടത്തിൽ ശത്രുവിന്റെ ശ്രദ്ധയിൽ ഒരു മനുഷ്യന്റെ നിഴലിങ്ങനെ അതിങ്ങനെ കുമ്പിടുന്ന് താഴ്ന്ന് എഴുന്നേൽക്കുന്ന ഈ രൂപം ഇങ്ങനെ കാണാൻ സാധിച്ചു. നല്ലവണ്ണം ശ്രദ്ധിച്ചപ്പോൾ ഒരാൾ നിസ്കരിക്കുകയാണ് എന്ന് ശത്രുവിന്റെ മനസ്സിലായി. അമ്പലത്തിട്ട് നിസ്കരിക്കുന്ന സ്വഹാബിയുടെ ചെവിക്കുറ്റി കണക്കെ നേരെ ഇത് വിടുകയാണ്. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു ചെവിയിലൂടെ തുളച്ചിട്ട് മറ്റേ ചെവിയിലൂടെ അമ്പങ്ങ് പോയി. രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. അടുത്ത് കടന്നുറങ്ങുന്ന സ്വഹാബിവന്റെ ശരീരത്തിൽ ഈ രക്തത്തിന്റെ നനവ് തട്ടിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ രക്തമാണ്. നേരെ നിസ്കരിക്കുന്ന തന്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ്, എന്ത് പറ്റിപ്പോയി? അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടിയതോടുകൂടി സകലരും മറന്നുപോയി. അതിശക്തമായ അമ്പ് തന്റെ ശരീരത്തിലൂടെ തുളച്ച് കയറിയിറങ്ങിപ്പോയത് പോലും അറിഞ്ഞില്ല എന്ന് പറയുമ്പോ എത്രമാത്രം ആത്മാർത്ഥതയിലായിരുന്നു നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ ഇബാദത്ത്. ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ മുമ്പിലേക്കാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സ്വഹാബാ ലാ യൻജുവന്ന അഹദുകും ബിഅമലിഹി, നിങ്ങളിൽ ഒരാളും തന്റെ അമൽ കൊണ്ട് രക്ഷപ്പെടുകയില്ല. മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളുടെ കാര്യം അങ്ങനെ പോകട്ടെ, നിങ്ങളും അങ്ങനെ തന്നെയാണോ നബിയെ? നിങ്ങളുടെ അമലും കൊണ്ടും നിങ്ങൾ രക്ഷപ്പെടുകയില്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ അനാ, ഞാനും രക്ഷപ്പെടുകയില്ല, എന്റെ അമൽ കൊണ്ടും ഞാൻ രക്ഷപ്പെടുകയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അമലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളൊക്കെ ജനിച്ചു കുറെ കാലം കഴിഞ്ഞിട്ടാണ് അമൽ തുടങ്ങിയതെങ്കിൽ ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് തന്നെ തസ്ബീഹിലും തഹ്മീദിലും കഴിഞ്ഞു കൂട്ടിയവരാണ് ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മഖൂസ മൗലിദിൽ പറയുന്നില്ലേ, നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദമ അലൈഹിസ്സലാം ബിഅൽഫിയാൻ യുസബ്ബിഹു അല്ലാഹു ദാലിക അൻ-നൂർ വ തുസബ്ബിഹു അൽ-മലായികതു ബിതസ്ബീഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ആദം നബിയെ പടക്കുന്നതിന്റെയും 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നൂറായിരുന്നു, പ്രകാശമായിരുന്നു, ഒളിവായിരുന്നു. യുസബ്ബിഹു അല്ലാഹു ദാലിക അൻ-നൂർ, ആ നൂർ അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വതുസബ്ബിഹു അൽ-മലായികതു ബിതസ്ബീഹി, ആ നൂറിന്റെ തസ്ബീഹിൽ ആവേശം കൊണ്ടുകൊണ്ട്
മഹാന്മാരായ മലായികത്തും തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. അങ്ങനെയുള്ള ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലാ അന, ഞാനും എന്റെ അമൽ കൊണ്ട് രക്ഷപ്പെടുകയില്ല, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് എന്നെ മൂടി പുതച്ചാലല്ലാതെ എനിക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. സഹാബാ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണിത്. ഞാനും നിങ്ങളും ചെയ്യുന്ന അമൽ കൊണ്ട് മാത്രം എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? എന്നാൽ പിന്നെ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? പോംവഴി എന്താണ്? അതിന് ഒരേ ഒരു മാർഗം മാത്രമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരു ഗ്രാമീണവാസി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുന്നു, മതസാഅതു യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ, എപ്പോഴാണ് അന്ത്യനാൾ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തിരിച്ചൊരു ചോദ്യം, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് നീ ചോദിക്കുന്നു, എന്നാൽ ആ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടാൻ വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ സ്വഹാബി വര്യൻ പറഞ്ഞു, വമാഅദതു ലിദാലിക മിൻ കസീരി സ്വലാത്തിൻ വലാ സിയാം, നബിയെ, ധാരാളം നിസ്കാരങ്ങളോ നോമ്പുകളോ ഒന്നും എന്റെ അടുക്കലില്ല. ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹ, എന്റെ അടുത്ത് കൈമുതലായിട്ടുള്ളത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും എനിക്ക് പെരുത്തി ഇഷ്ടമാണ്. ആ മഹബ്ബത്താണ് എന്റെ അടുക്കലുള്ളത്. അല്ലാതെ കൂടുതൽ നിസ്കാര നോമ്പൊന്നും കയ്യിലില്ല നബിയെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിച്ചു, നീ ആരെ ഇഷ്ടപ്പെടുന്നു അവരുടെ കൂടെയാണ് എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തിന് മജ്ലിസുൻ നൂർ നമ്മൾ സംഘടിപ്പിക്കുന്നു? എന്തിന് ബദരീകളെ നമ്മൾ അനുസ്മരിക്കുന്നു? മഹാന്മാരായ ബദരീകളുടെ നാമങ്ങൾ എന്തിന് നമ്മൾ ഉരുവിടുന്നു? അതിന് മറുപടിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. പ്രിയപ്പെട്ടവരെ, മഹാന്മാരോട് മഹബത്തുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ അവര് പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കും പോകാം. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ വന്നിട്ട് നബിയോട് പറയുന്നു, നബിയെ, ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു തരുമോ? അവർ വലിയ ഉന്നതന്മാരാണ്. ഉന്നതന്മാരായ ആളുകളെ പാവങ്ങളായ കുറെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അവരെ അമൽ ചെയ്തതുപോലെ ഇവർക്ക് അമൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗൗസുൽ ആലം അമൽ ചെയ്തതുപോലെ നമുക്ക് അമൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സുംതസ്നി അശറ ഖരീഫൻ സാഹിബ സർദി വലം തനം നൗമതൻ ഫീഹാ അലാ തർദി. കുത്തുബിയത്തിന്റെ ബൈത്തിൽ പറഞ്ഞില്ലേ, 12 കൊല്ലം തുടർച്ചയായി നോമ്പ് നോറ്റവരാണ് ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ 12 കൊല്ലത്തിനിടയിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ഇബാദത്തിലായിരുന്നു. ആലോചിക്കാൻ കഴിയും. മഹാനായ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ കാണാം, ദിവസവും പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്മ് തീർക്കാറുണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ ഖത്മ് തീർക്കും. റമദാനായ 2 ഖത്മ് തീർക്കും. നമ്മൾക്കോ മാസത്തിൽ പോയിട്ട് കൊല്ലത്തിൽ ഖത്മ് തീർക്കാൻ കഴിയാത്ത ആളുകളില്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവർ ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ അവരോട് വലിയ ഇഷ്ടമുണ്ട്. ആ വിഭാഗം ആളുകളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ നബിയെ
ഹബീബായ തങ്ങൾ പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആരെ ഇഷ്ടപ്പെടുന്നു അവരോട് കൂടെയാണ്. മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമായിരുന്ന, പരിചാരകനായിരുന്ന, സേവകനായിരുന്ന വലിയ തൗഫീഖ് ലഭിച്ച സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, ഈ ഹദീസ് സംബന്ധമായിട്ട് പറയാണ്, ഞങ്ങൾ വലിയ പേടിയിലും ബേജാറിലുമായിരുന്നു. ഇത്രയധികം ഞങ്ങളുടെ ഹൃദയത്തിന് കുളിർമ നൽകിയ, ഇത്രയധികം മനസ്സമാധാനം നൽകിയ ഒരു വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് വലിയ പേടിയിലായിരുന്നു. ഞങ്ങൾ അങ്ങനെകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ പടച്ചോനെ. പക്ഷേ ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅമൻ അഹബ്ബ, ഒരു മനുഷ്യൻ ആരെ ഇഷ്ടപ്പെടുന്നോ അവന്റെ കൂടെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്തുണ്ട്, ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. പ്രിയപ്പെട്ടവരെ, സാധുക്കളായ പാവങ്ങളായ നമ്മുടെ മുമ്പിലുമുള്ള കച്ചിത്തിരുമ്പ് മഹബ്ബത്തു റസൂലില്ലാഹ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. മഹാന്മാരായ ബദരീങ്ങളോടുള്ള മഹബ്ബത്താണ്. മഹാന്മാരായ മശായിഖിനോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്തിന്റെ പേരിലാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ മഹാന്മാരായ ബദരീങ്ങൾ വലിയ മഹത്വമുള്ളവരാണ്, വലിയ മഹത്വമുള്ളവരാണ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, നബിയേ, ബദരീങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഖൈറു അഹ്ലിൽ അർദ്, ഭൂമിയിൽ ഏറ്റവും അത്യുന്നതന്മാരാണ് അവർ, അത്യുത്തമന്മാരാണ്. അവരെ പോലെ മഹത്വമുള്ളവർ ലോകത്തില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, നബിയെ, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലും ബദറിൽ പങ്കെടുത്ത മലക്കുകളെ പോലെ മഹത്വമുള്ളവർ മറ്റാരുമില്ല. മലായികത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാർ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. നോക്കൂ നിങ്ങള്, ബദരീങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ബദരീങ്ങളെ എവിടെയും കൊച്ചാക്കുന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. ബദരീങ്ങളെ ബഹുമാനിക്കാൻ എപ്പോഴും കൽപ്പിക്കുമായിരുന്നു. ഒരു മജ്‌ലിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെ ബദരീങ്ങളിൽപ്പെട്ട കുറച്ചാളുകൾ കുറച്ച് വൈകിക്കൊണ്ടാണ് കടന്നു വന്നത്. ആരും എഴുന്നേറ്റ് കൊടുക്കുന്നില്ല. സദസ്സ് മുഴുവനും നിബിഡമായി നിൽക്കുകയാണ്. മഹാന്മാരായ ബദരീങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്തില്ല. ബദരീങ്ങൾ വന്ന കാലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ ബദരീങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ചില ആളുകളെ എഴുന്നേൽപ്പിച്ചു. ചില ആളുകളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അവരെ എഴുന്നേൽപ്പിച്ചിട്ട് സയ്യിദന്മാർ മഹാന്മാരായ ബദരീങ്ങൾ അവിടെ ഇരുത്തി. ഇത് ചില ആളുകൾക്ക് ദഹിച്ചില്ല. ചില ആളുകൾ ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി. എന്തേ നബി അങ്ങനെ ചെയ്തത്? എന്തേ നബി അങ്ങനെ ആളെ വ്യത്യാസം കാട്ടിയത്? ഇത് പറഞ്ഞ് ആക്ഷേപിച്ച സമയത്താണ് പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഇറങ്ങിയത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്, وَإِذَا قِيلَ لَكُمْ تَفَسَّحُوا فِي الْمَجَالِسِ فَافْسَحُوا يَفْسَحِ اللَّهُ لَكُمْ. മജ്‌ലിസുകളിൽ വിശാലത ചെയ്യണമെന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം. കയറി വരുന്നവർക്ക് ഇരിക്കാനുള്ള അവസരം ചെയ്തു കൊടുക്കണം. അല്ലാഹു നിങ്ങൾക്ക് വിശാലത ചെയ്യുമെന്ന്. മഹാന്മാരായ ബദരീങ്ങളെ ബഹുമാനിക്കാൻ, അഹ്ലുൽ ഇൽമിനെ ബഹുമാനിക്കാൻ, അഹ്ലുൽ ഫദ്ലിനെ ബഹുമാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, ഐശ്വര്യമുണ്ടാകാൻ മഹാന്മാർ എണ്ണി പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് പ്രായത്തിൽ നമ്മളെക്കാൾ കൂടുതലുള്ള ആളുകളെ ബഹുമാനിക്കുക.
സയ്യിദന്മാരെ ബഹുമാനിക്കുക, ആലിമീങ്ങളെ ബഹുമാനിക്കുക. ഇന്ന് ബഹുമാനം എന്ന് പറയുന്ന കാര്യം എടുത്തുപോയി കൊണ്ടിരിക്കുകയാണ്. വയസ്സിൽ മൂത്ത ആളുകളെ യാതൊരുവിധ ബഹുമാനവുമില്ല. അവർ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരണയില്ല. അവരെ അംഗീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരു സദസ്സിൽ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹദിയായി ലഭിച്ചിട്ടുള്ള പാല് കുടിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ തന്റെ അടുത്തുണ്ടായിരുന്ന മഹാനായ സയ്യിദുനാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അബൂ ഉബൈദ, ഇത് നിങ്ങൾ കുടിക്കണമെന്ന് പറയുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എന്നെക്കാളും ഇത് കുടിക്കാൻ അർഹൻ നിങ്ങളാണല്ലോ ഇത് തുടങ്ങി തരേണ്ടത്. അവിടുത്തെ ബറക്കത്താണല്ലോ ഞങ്ങൾക്ക് ലഭിക്കേണ്ടത്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഉബൈദ, നിങ്ങൾ കുടിക്കണം. പ്രായം ചെന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫഇന്നൽ ബറക്കത ഫീ അകാബിരിനാ, മുതിർന്ന ആളുകളിലാണ് ബറക്കത്തുള്ളതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രായത്തിൽ കൂടുതലുള്ള സ്വഹാബിയെ ബഹുമാനിച്ചു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചെറിയവരോട് കരുണ ചെയ്യണമെന്ന് മുത്തുനബി കൽപ്പിച്ചു. ഫമൻ ലം യർഹം സഗീറനാ വയുജില്ല കബീറനാ ഫലൈസ മിന്നാ, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, വലിയവരെ ബഹുമാനിക്കാത്തവൻ ഫലൈസ മിന്നാ, അവൻ നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവനല്ല, നമ്മുടെ ചര്യയിൽപ്പെട്ടവനല്ല, നമ്മുടെ മാർഗത്തിൽപ്പെട്ടവനല്ല. പ്രിയപ്പെട്ടവരെ, മഹാന്മാരെ നമ്മൾ ബഹുമാനിക്കുക, മഹത്വങ്ങളെ നമ്മൾ അംഗീകരിക്കുക. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ബഹുമാനിക്കേണ്ട വസ്തുക്കളെ, ബഹുമാനിക്കേണ്ട സ്ഥലങ്ങളെ, ബഹുമാനിക്കേണ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനിക്കേണ്ട സമയങ്ങളെ നാം ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഖൽബിൽ നിന്ന് ഈമാൻ ഊരിയെടുക്കപ്പെട്ടു പോയി എന്നതിന്റെ അടയാളമാണ്. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ തഅലീമു മാ അല്ലമല്ലാഹു വ തഹ്ദീറു മാ ഹദ്ദറല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക എന്നതാണ്. അതുകൊണ്ട് മഹാന്മാരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ബദരീങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ബദരീങ്ങളുടെ അസ്മാകൾ എഴുതപ്പെട്ട ഏടുകൾ അത് നമ്മൾ നിലത്ത് വെക്കാൻ പാടില്ല, നമ്മൾ ഇരിക്കുന്നിടത്ത് വെക്കാൻ പാടില്ല. കാരണം അതിലുള്ള പേരുകൾ ആരുടെ പേരുകളാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ജീവിച്ചിരിക്കുന്നവർ എന്ന് പ്രത്യേകം പുകഴ്ത്തി പറഞ്ഞ മഹാന്മാരുടെ പേരുകളാണ്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളായ മഹാന്മാരെ സംബന്ധിച്ച് മരിച്ചവരാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ പോലും പാടില്ല. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശുഹദാക്കൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ പച്ചക്കിളികളായി പാറി നടക്കുന്നവരാണ്. അവരുടെ അർവാഹുകളെ അല്ലാഹു പച്ച നിറത്തിലുള്ള കിളികൾക്കുള്ളിൽ സംവിധാനിച്ചിരിക്കുകയാണ്. അത് അർശിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മഹാന്മാരായ ബദരീങ്ങൾ, ആ ബദരീങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. ഇൽമിന്റെ അഹലുകാരെ നമ്മൾ ബഹുമാനിക്കണം. ഔലിയായിനെ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനിച്ചിട്ടില്ലെങ്കിലോ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയക്ക് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും എഴുതുമ്പോ, നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും ഷെയർ ചെയ്യുമ്പോ അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്, അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ വരെ ഇകഴ്ത്തി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. വെറുതെ പറയുന്നതല്ല,
ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അല്ലാഹുവിന്റെ അടയാളങ്ങൾ ബഹുമാനിച്ചാൽ അത് തഖ്വയുള്ള ഹൃദയത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഖൽബിൽ തഖ്വയുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നുണ്ടോ, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുന്നുണ്ടോ, ഇത് മനസ്സിലാക്കിയാൽ മതി എന്നാണ്. അല്ലാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ, സയ്യിദന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ മഹത്വമുള്ളവരാണ്. അവരെ നമ്മൾ ഇകഴ്ത്താൻ പാടില്ല, അവരെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. മനസ്സിൽ അവരോട് നിന്ദ്യത വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഖിബത്ത് നഷ്ടപ്പെട്ടു പോകും. മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. അബൂ സഈദ് അബ്ദുല്ലാഹി ഇബ്നു അബീ യസ്റൂൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയാണ്, ദഖൽതു ബഗ്ദാദ ഫീ തലബിൽ ഇൽം, ഞാൻ ബഗ്ദാദിലേക്ക് ഇൽമു തേടാൻ വേണ്ടി പോയി. ആ കാലഘട്ടത്തിൽ ബഗ്ദാദിലാണ് വലിയ പണ്ഡിതന്മാരുള്ളത്, വലിയ സ്ഥാപനങ്ങളുള്ളത്. ഞാൻ ഇൽമു പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അങ്ങനെ അവിടുത്തെ നിസാബിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ സ്ഥാപനത്തിൽ അവിടുത്തെ ഉസ്താദായിരുന്ന ഇബ്നു സഖ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ കൂടെ ഞാൻ ചേർന്നു. ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു സഖ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ കൂടി. ഞങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, സ്വാലിഹീങ്ങളായ ആളുകളെ ഞങ്ങൾ സന്ദർശിക്കുമായിരുന്നു, നല്ല നല്ല വ്യക്തിത്വങ്ങളെ ഞങ്ങൾ സന്ദർശിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചുപോയവരാണെങ്കിലും അവരെയൊക്കെ നമ്മൾ സന്ദർശിക്കണം. മഹാന്മാരോട് കൂടെയുള്ളതായ സുഹൃത്ത് അത് നമ്മുടെ ഈമാനിന് ആക്കം കൂട്ടും, അത് ശക്തി കൂട്ടും എന്നതാണ്. രക്ഷപ്പെടാനുള്ള മാർഗത്തിനെ സംബന്ധിച്ച് മഹാനായ സയ്യിദുൽ മഖ്ദൂം തങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വമുസാഹബത്തു സ്വാലിഹീനൽ ഫുളലാ, സ്വാലിഹീങ്ങളായ മഹാന്മാരായ ആളുകളുടെ കൂടെ കൂടുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം തെളിയാനുള്ള കാരണമാണ്. അവർ അല്ലാഹുവിന്റെ നൂറാനിയത്തിന്റെ ഗോപുരങ്ങളാണ്, അല്ലാഹുവിന്റെ നൂറാനിയത്തിന്റെ മഹറുകളാണ്, അത് ഒളിവാകുന്ന സ്ഥലങ്ങളാണ്. ഔലിയാക്കൾ എന്ന് പറയുന്നത്, മഹാന്മാർ എന്ന് പറയുന്നത്. എന്തേ ഇന്നത്തെ മജ്‌ലിസിലേക്ക് നമ്മൾ മഹാനായ സയ്യിദ് അവറുകളെ ക്ഷണിക്കാനുള്ള കാരണം? അവര് നമ്മളെ പോലെയല്ല, അവർ സയ്യിദാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അവിടുത്തെ പേരക്കുട്ടിയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ് എന്നതിനോട് കൂടെ തന്നെ അവർ ആലിമാണ്, വലിയ പണ്ഡിതനാണ്. പഞ്ചാരക്കുന്നിന്മേൽ തേന്മഴ പെയ്തതുപോലെ, സ്വർണത്തിന് സുഗന്ധം വന്നതുപോലെ, രണ്ടും കൂടി ഒരുമിച്ച് കൂടിയാൽ പിന്നെ അതിന്റെ മഹത്വം പറയണോ? അങ്ങനെയുള്ള വലിയൊരു മഹാനെ നമ്മൾ വിളിച്ചുകൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഉമറേ, ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരാനുണ്ട്. യമനിന്റെ ഭാഗത്ത് നിന്ന് ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരാൾ വരാനുണ്ട്. ആ ഉവൈസുൽ ഖർനിയെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിനോടൊന്ന് പൊറുക്കലിനെ ചോദിപ്പിക്കണം, നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടയാളങ്ങളൊക്കെ നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തു. പിൽക്കാലത്ത് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉവൈസുൽ ഖർനി തങ്ങളെ കണ്ടുമുട്ടി. പരിശുദ്ധമായ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ കവച്ചു വെക്കാൻ ആർക്കും സാധിക്കുമോ? ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന മഹാൻ സ്വഹാബിയല്ല,
അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ജീവിച്ചവരാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ മദീനയിൽ വന്നെങ്കിലും കാണാൻ കഴിയാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് സ്വഹാബി എന്ന പട്ടം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് താബിഈയാണ്. പക്ഷേ ഉവൈസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദുആ ചെയ്യിപ്പിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാര്യം? അദ്ദേഹം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിയായ സ്നേഹമുള്ള ആളായിരുന്നു, ഇഷ്കുള്ള ആളായിരുന്നു, വലിയ മഹാനായിരുന്നു. അങ്ങനെ കണ്ടുമുട്ടിയപ്പോ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ രണ്ടാം സ്ഥാനക്കാരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മഹാന്മാരെ കൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യിപ്പിക്കേണ്ടത്. നമ്മൾ ദുആ ചെയ്യുന്നത് പോലെയല്ല. നമ്മളും നമ്മുടെ യജമാനനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യം നമ്മളെ കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട്, കൽബുകൊണ്ട് ദിനേന ചെയ്യുന്നവരാണ്. അള്ളാഹുമായി അകന്നകന്നു പോയവരാണ്. അള്ളാഹുവിന്റെ മഹാന്മാരെന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും അള്ളാഹുവിലേക്ക് ഓരോ ദിവസം കൂടുന്തോറും അടുത്തടുത്ത് ദറജ കൂടി വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അടുപ്പക്കാരായ ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ ദുആ ചെയ്യിപ്പിക്കണം. അതിനാണ് മഹാനായ തങ്ങളെ ക്ഷണിച്ചത്. അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരെ നമ്മുടെ മജ്‌ലിസിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ അബ്ദുല്ലാഹി ഇബ്നു യസ്റൂൻ എന്ന് പറയുന്നയാൾ പറയാണ്, ഞങ്ങൾക്കൊരു പതിവുണ്ടായിരുന്നു. ഞങ്ങൾ മഹാന്മാരെ സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു, സന്ദർശിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ബഗ്ദാദിൽ ഒരു വലിയ കാര്യപ്പെട്ട ഒരാൾ, ഒരു ഗൗസ്, ഒരു വലിയ മഹാൻ ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിനൊന്ന് കാണാൻ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന കുട്ടിയും കൂടി. അബ്ദുൽ ഖാദിർ നന്നേ ചെറുപ്പക്കാരനാണ്. മൂന്നാളുകളാണ് കാണാൻ പോകുന്നത്, ഈ വലിയ മഹാനെ കാണാൻ പോകുന്നത്. മൂന്ന് പേരുടെയും ഹൃദയത്തിൽ ഓരോ കാര്യങ്ങളുണ്ട്. അവരത് അവിടെ നിന്ന് എടുത്തു പറഞ്ഞു. ഇബ്നു സഫ എന്ന് പറയുന്നയാൾ പറഞ്ഞു, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അത്രയ്ക്ക് വലിയ വാഗ്വിലാസമുള്ള, ആരുടെ മുമ്പിലും എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ സമർത്ഥിക്കാൻ കഴിയുന്ന വലിയ മഹാപണ്ഡിതനാണ് ഇബ്നു സഫ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോരുന്നത് ഈ വലിയ മഹാൻ എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ പോരുന്നത്. ആ ചോദ്യത്തിന് അയാൾക്ക് ഉത്തരം കിട്ടുകയില്ല, അയാൾ പരാജയപ്പെട്ടു പോകുന്നു. അബ്ദുല്ലാഹി ഇബ്നു യസ്റൂൻ പറഞ്ഞു, ഞാൻ പോകുന്നത് അതിനു വേണ്ടിയൊന്നുമല്ല, പോയി നോക്ക്, ആളെങ്ങനെയുണ്ടെന്ന് നോക്ക്, പരിശോധിക്കുക, പറ്റെങ്കിലും ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം. അത്യാവശ്യം സാമ്പത്തികമായിട്ട് ബർക്കത്തൊക്കെ ഉണ്ടാകണം, അതിനു വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ പോയിരുന്നെന്ന് പറഞ്ഞു. അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു, ഞാൻ രണ്ടിനും വേണ്ടിയല്ല പോരുന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ ബർക്കത്തിന് വേണ്ടിയാണ്, എനിക്ക് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ലഭിക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ പോരുന്നത് എന്ന് പറഞ്ഞു. മൂന്നാളുകളും കൂടി ഈ ഗൗസാവുന്ന വലിയ മഹാനെ കാണാൻ പോയി. അങ്ങനെ ഒരുപാട് ആളുകൾക്കിടയിൽ വലിയ മജ്‌ലിസിലാണ് ഈ മഹാൻ ഇരിക്കുന്നത്. ആ മഹാന്റെ മുമ്പിലെത്തിയപ്പോ ഈ ബഹുമാനപ്പെട്ട ഗൗസ് ഇബ്നു സഫ എന്ന് പറയുന്ന പണ്ഡിതന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എടാ, നീ എന്റെ ഇൽമളക്കാൻ വന്നവനല്ലേ, നീ എന്നോട് ഇന്ന കാര്യങ്ങൾ ചോദിക്കാനല്ലേ വന്നത്? ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്നതാണ്. ഞാൻ നിന്റെ മുഖത്ത് കുഫറിന്റെ ലക്ഷണം കാണുന്നുണ്ട്, ഞാൻ നിന്റെ മുഖത്ത് കുഫറിന്റെ ലക്ഷണം കാണുന്നുണ്ട്, നീ എന്റെ വിട്ട് ഇവിടെ തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ മഹാന്മാരുടെ ശാപം ലഭിച്ചാൽ പിന്നെ എന്തിനു നന്ന്? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഇബ്നു സഫ അവിടുന്ന് സ്ഥലം കാലിയാക്കി. അബ്ദുല്ലാഹി ഇബ്നു യസ്റൂൻ അദ്ദേഹത്തിനോട് കുറച്ച് കോപിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നിനക്ക് ദുനിയാവല്ലേ വേണ്ടത്, നിനക്ക് ബറക്കത്തല്ലേ വേണ്ടത്, നീ പൊയ്ക്കോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ മക്കയിൽ പൊയ്ക്കോ, അവിടെ ചെന്നാൽ നിനക്ക് നല്ല ബിസിനസ് തുടങ്ങാം, നിന്റെ നെഞ്ചി വരെ എത്തുന്ന രീതിയിൽ നിന്നെ മുതലുകൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പോയി.
അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഈ കുട്ടിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ചെറുപ്പക്കാരനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബനം നൽകിക്കൊണ്ട് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്, അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ വലിയ മഹാനാകും, നിങ്ങൾ വലിയ മഹാനാകും. അല്ലാഹുവിന്റെ ഔലിയാവിന്റെ ലോകത്ത് വലിയ കുതുബാകും. അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾക്ക് നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ വരും. 3 പേരും പിരിഞ്ഞുപോയി. കാലങ്ങൾ കഴിഞ്ഞു. എന്തു സംഭവിച്ചു? ഈ അബ്ദുല്ലാഹ് ബിൻ യസൂദ് എന്ന് പറയുന്ന ആൾ മഹാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ ധനാഢ്യനായി. അദ്ദേഹം കച്ചവടവും സമ്പത്തും ബിസിനസ്സുമായി അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. മഹാനായ സയ്യിദുനാ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാകട്ടെ ഔലിയാവിന്റെ ലോകത്ത് വലിയ മഹാനായി തിളങ്ങുകയാണ്, വലിയ കുത്തുമായി വിരാജിക്കുകയാണ്. അവരെ വെല്ലാൻ പറ്റുന്ന ഒരു വലിയ ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത അവസ്ഥയിൽ വലിയ മഹാനായി തീർന്നുപോയി. എന്നാൽ ഈ വലിയനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്നിരുന്ന ഇബ്നു സഖയിലെ ആ ഇബ്നു സഖ അദ്ദേഹം വലിയ പണ്ഡിതനാണെന്ന് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹത്തിന്റെ റോമിലെ രാജകുടുംബം ഒരു നിയമനം കൊടുക്കുകയാണ്. രാജകൊട്ടാരത്തിലാണ് നിയമനം. ബഹുമാനപ്പെട്ട തങ്ങൾ വളർത്താനായിട്ടുണ്ട്. ഇബ്നു സഖ അദ്ദേഹത്തിന് റോമിൽ ഒരു ഉദ്യോഗം ലഭിച്ചു. അങ്ങനെ അവിടെ അദ്ദേഹത്തിന്റെ ആ പത്രാസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണവും അദ്ദേഹത്തിന്റെ കഴിവുമൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടപ്പോ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും തങ്ങൾക്ക് ലഭിച്ചാൽ കൊള്ളാമെന്ന് രാജാക്കന്മാർക്ക് തോന്നി. അതിനെന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ മതം മാറിക്കിട്ടണം. അദ്ദേഹം അവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനൊക്കെ സാധ്യതയുണ്ട്. എന്ത് ചെയ്യും? രാജകുടുംബം തീരുമാനിച്ചു. രാജാവിന്റെ ഒരു പുത്രി, നല്ല സുന്ദരിയായ ഒരു പെണ്ണ് അവരോട് പറഞ്ഞു, നീ മാറ്റി ഒരുങ്ങിയിട്ട് ഇബ്നു സഖ കാണുന്ന കോലത്തിൽ ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞു. ഇബ്നു സഖ എന്ന് പറയുന്ന ഈ വലിയ പണ്ഡിതൻ അദ്ദേഹം രാജകുമാരിയെ കാണുകയാണ്. നല്ല സുന്ദരിയായ പെണ്ണ്. ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും എനിക്ക് ലഭിക്കുമോ എന്നായി അദ്ദേഹത്തിന്റെ ചിന്ത. രാജാവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അവരദ്ദേഹത്തിനോട് വാക്കുകൊടുത്തു. മകളെ നിങ്ങൾക്ക് കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, നിങ്ങൾ മതം മാറണമെന്ന്. അദ്ദേഹം അതിന് സമ്മതിച്ചു. അവസാനം എന്തുണ്ടായി? പ്രിയപ്പെട്ടവരെ, നാട്ടിലാകെ വിളംബരം ചെയ്തു. ഇബ്നു സഖ എന്ന് പറയുന്ന പണ്ഡിതൻ മതം മാറി അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ടുണ്ട്, പുരോഹിതനായിട്ടുണ്ട്. ആളുകളെല്ലാവരും അദ്ദേഹം മതം മാറിയതറിഞ്ഞു. ലോകം അറിയപ്പെടുന്ന ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള വലിയ വേദികളിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ സംവാദങ്ങൾ നടത്തിയിരുന്ന, ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തിരുന്ന വലിയ പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹം തന്റെ പരിശുദ്ധമായ ഇസ്ലാമെന്ന മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് കൺവെർട്ടായിട്ടുണ്ട് എന്ന് അവിടെ എല്ലായിടങ്ങളിലും വിളംബരം ചെയ്യപ്പെട്ടു. ആളുകളെല്ലാവരും അറിഞ്ഞു. എന്നാലോ രാജാവ് എന്ത് ചെയ്തു എന്നറിയുമോ? തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തില്ല. അദ്ദേഹം വലിയ ടെൻഷനായി പോയി, രോഗിയായി പോയി. അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥയിലായി. ശരീരത്തിൽ വ്രണങ്ങൾ വന്നു, നീരൊഴുകാൻ തുടങ്ങി, പരിചരണം ലഭിച്ചില്ല. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം തെരുവുകളിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി. ശരീരമാസകലം വ്രണങ്ങൾ വന്ന് കൊഴുത്തു നാറി. അദ്ദേഹം ഒന്ന് അനങ്ങാൻ കഴിയാതെ തെരുവിൽ കിടന്ന് കാഫറായി ചത്തുപോയി എന്നാണ് അദ്ദേഹത്തിന് അറിയുന്ന ഒരാൾ. ഇബ്നു സഖ എന്ന് പറയുന്ന ഈ മനുഷ്യനെ, ഈ പണ്ഡിതനെ അറിയുന്ന ഒരാൾ സക്കറാത്തിൽ കടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സമീപത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ വലിയ പണ്ഡിതനായിരുന്നുവല്ലോ,
നിങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ ഹിഫ്ളാക്കിയ ആളാണല്ലോ. വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഹൽ തഹ്ഫദു ശൈഅൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വല്ലതും നിങ്ങൾക്ക് കാണാപ്പാഠം അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ലാ ഇല്ല, ഒന്നും ഓർമ്മയില്ല, എല്ലാം മറന്നുപോയില്ല. ഖൗലഹു റബ്ബമാ യദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ എന്ന് പറയുന്ന ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. കാഫിരീങ്ങളായ ആളുകൾ കൊതിച്ചു പോകും, തങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന അർത്ഥം വരുന്ന ഒരായത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അദ്ദേഹത്തിന് കലിമ ചൊല്ലിക്കൊടുത്തു, പക്ഷേ ചൊല്ലാൻ സാധിക്കുന്നില്ല. ഖിബിലയിലേക്ക് തിരിച്ചു കടത്തി, പക്ഷേ അദ്ദേഹം കിഴക്കോട്ടെ തിരിഞ്ഞു കിടക്കൂ. അങ്ങനെ കാഫിറായി ഈമാനില്ലാതെ ചത്തുപോയി എന്ന് ആരെപ്പറ്റിയാണ് പറയുന്നത്? എത്ര വലിയ വഴുതനായിട്ട് കാര്യമില്ല, എത്ര വലിയ മുദരിസായിട്ട് കാര്യമില്ല, എത്ര വലിയ ഹാഫിദായിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ, ആദരിക്കേണ്ടവരെ ആദരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ കാര്യം കഷ്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പിഴച്ച കാലഘട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ, ആലിമീങ്ങളെ, സയ്യിദന്മാരെ ഒക്കെ അവനവന് തോന്നുന്ന രൂപത്തിൽ ചിത്രീകരിക്കുകയും തെറി വിളിക്കുകയും ആരോടും ഒരു ബഹുമാനമോ ആദരവോ ഇല്ലാതെ കാണിക്കാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പറഞ്ഞു വന്നത് ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്ന മാർഗം എന്ന് പറയുന്നത് ആദരിക്കേണ്ടതിനെ ആദരിക്കുകയും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ്. മഹാന്മാരായ പത്നികൾ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്, ആദരിക്കേണ്ടവരാണ്, അവർ വലിയ സ്ഥാനമുള്ളവരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അലിയേ, നീ ഇവിടെ അടുത്തുള്ള ഖാഫി എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ പോയിട്ട് അവിടെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ ശരീരത്തിൽ ഇസ്ലാമിന്റെ രഹസ്യങ്ങളെ ചോർത്തിക്കൊടുക്കുന്നതായ ഒരു കത്തുണ്ട്, ആ കത്തുങ്ങ് വാങ്ങിക്കൊണ്ടുവരണം. മക്ക വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കം ഫതഹിന് വേണ്ടി ഒരുങ്ങുന്ന ഘട്ടമാണ്, മക്ക ജയിച്ചെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഘട്ടമാണ്. ആ സമയത്ത് ചില രഹസ്യമായ സൈനിക നീക്കങ്ങളൊക്കെ നിമിത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഇസ്ലാമിന്റെ സൈന്യത്തിന്റെ രഹസ്യ നീക്കങ്ങളെ സംബന്ധിച്ച് വിവരം നൽകുന്ന ഒരു കത്താണ് ഈ പെണ്ണിന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് അതവർ മക്ക മുശ്രിക്കുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ തോട്ടത്തിൽ ചെന്നാൽ അവിടെ ആ പെണ്ണുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഇതങ്ങനെ കാണിച്ചത് CCTV കണ്ടതല്ല, അതിനേക്കാളും വലിയൊരു ക്യാമറ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിൽ കണ്ടുകൊണ്ട് അത് കണ്ട് നമുക്കൊക്കെ അല്ലാഹു തആല കൽബിൽ അങ്ങനെ കണ്ണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ മഹാനവറുകൾ പറഞ്ഞില്ലേ, കുട്ടിക്കകത്തുള്ള വസ്തുവിനെ പോലെ എനിക്ക് കാണാൻ കഴിയും. അത് കാണാനുള്ള കണ്ണല്ലാഹു കൊടുക്കുമെന്നാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയിൽ മിമ്പറിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ലേ എന്ന് പറയുന്ന ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് യുദ്ധത്തിന് പോയ മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ സാരിയ ജബൽ, സാരിയ മലയിലേക്ക് നോക്ക്, ശത്രുക്കൾ അതാതെ വരുന്നു എന്ന് പറഞ്ഞു. മഹാനവറുകൾ അത് കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം യുദ്ധം ചെയ്ത് വിജയിച്ച് തിരിച്ചു വന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, അതനുസരിച്ച് ഞങ്ങൾ ചെയ്തപ്പോ യുദ്ധത്തിൽ വിജയമുണ്ടായി. മഹാന്മാർക്ക് നമ്മളെ പോലെ മൊബൈൽ ഫോണോ അതുപോലെയുള്ള സംവിധാനങ്ങളൊന്നും വേണ്ട. അല്ലാഹു തആല നൽകിയ മാധ്യമങ്ങളുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പോയിട്ട് ആ പെണ്ണിനെ പിടികൂടാൻ. അലി റളിയല്ലാഹു അൻഹു കൂടെ രണ്ടുപേരും ഖാഫി എന്ന് പറയുന്ന തോട്ടത്തിലേക്ക് കുതിക്കുകയാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ
കൃത്യമായ സ്ഥലത്ത് ആ പെണ്ണിങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കുതിരപ്പുറത്ത്. പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, ഇസ്ലാമിന്റെ രഹസ്യങ്ങൾ ചോദിക്കുന്ന കത്ത് നിന്റെ അടുത്തുണ്ട്, ആ കത്ത് കൊണ്ടാണ്. അവള് പറഞ്ഞു, ഏത് കത്ത്? നിങ്ങളെന്താ പറയുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ അടുത്ത് കത്തുണ്ട്. ഞങ്ങളെ പറഞ്ഞയച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ കള്ളം പറയുകയില്ല. നീ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പുറത്തെടുക്കും. പെണ്ണ് നിഷേധിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ ഒരു കാര്യം കേൾക്കണം, മര്യാദയ്ക്ക് കത്തെടുക്കുക, അല്ലെങ്കിൽ എന്റെ ഉരുവടപ്പങ്ങൾ അയക്കുന്നു പറഞ്ഞു. അപ്പൊ പെണ്ണ് വേഗം തന്റെ മുടിക്കെട്ടിൽ നിന്ന് കത്തെടുത്തു കൊടുത്തു. ആ കത്തുമായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിലേക്ക് വരികയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്ത് നിവർത്തി വായിച്ചു. നോക്കുമ്പോൾ ആ കത്ത് എഴുതിയത് ആരാണെന്ന് അറിയുമോ? മഹാനായ ഹാത്തിബ് ഇബ്നു ബൽതഅത്ത് റളിയല്ലാഹു അൻഹു. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ആണ് കത്ത് എഴുതിയത്. കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സൈനിക നീക്കങ്ങളെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈനിക രഹസ്യങ്ങളാണ് ചോർത്തിക്കൊടുത്തത്. രാജ്യദ്രോഹമാണ്, വലിയ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കത്തങ്ങ് വായിച്ച ഉടനെ തന്നെ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ, ഹാത്തിബ് മുനാഫിഖായി പോയി. അനുമതി തരൂ നബിയെ, ഞാൻ അവന്റെ പെരടി വെട്ടട്ടെ. എത്ര വലിയ കൊടുംകുറ്റമാണ് അവൻ ചെയ്തത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, നീ ക്ഷമിക്ക്. ഹാത്തിബ് ഇവിടെ നമ്മുടെ മജ്ലിസിലുണ്ടല്ലോ, ഹാത്തിബിനോട് ഒന്ന് വിശദീകരണം ചോദിക്കുക. ഹാത്തിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ ക്ഷമിക്കണം, ഞാൻ ഈ പണി ചെയ്തത് ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ടല്ല, അങ്ങയോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ഞാൻ ഇസ്ലാം വിട്ട് ശിർക്കിലേക്ക് തിരിച്ചു പോയത് കൊണ്ടല്ല, മറിച്ച് ഇവിടെ ഇരിക്കുന്ന മക്കക്കാരായ മുഹാജിറുകളായ ആളുകൾ, അവരുടെ കുടുംബക്കാർ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വത്ത് നോക്കാൻ, അവരുടെ സമ്പത്ത് നോക്കാൻ, അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളെ നോക്കാൻ അവരുടെ കുടുംബക്കാരായ ആളുകൾ അവിടെയുണ്ട്. ഞാൻ അത്തരക്കാരിൽപ്പെട്ടവരല്ല. ഞാൻ അവിടെ ജനിച്ചു വളർന്നു. ഞാൻ എനിക്കവിടെ കുടുംബപരമായിട്ട് വേരുകളൊന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് അവരുടെ ഇടയിൽ ഒരു സ്ഥാനം ലഭിക്കാൻ, അതിലൂടെ എന്റെ മക്കളെ, എനിക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ എന്നോട് പ്രത്യേകമായ താല്പര്യം അവരിൽ ഉണ്ടാക്കാം എന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ് നബിയെ ഞാൻ ഇങ്ങനെ ഒരു പണി ചെയ്തത്. അത് തെറ്റായി പോയി എന്ന് എനിക്ക് ബോധ്യമായി. എന്നോട് ക്ഷമിക്കണമെന്ന് മഹാനായ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പിന്നെയും ചാടി എഴുന്നേറ്റ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണല്ലോ, അരിതായിനെ കണ്ടാ പിന്നെ അടങ്ങി നിൽക്കൂല. അപ്പ ചാടി എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ നടപ്പാക്കും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു ജൂതനായ മനുഷ്യനും ഒരു മുസ്ലിമായ ആളും രണ്ടാളും കൂടി വന്നു ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. ജൂതന് എതിരായിട്ടാണ് വിധി വന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും കൂടി ഉമറിന്റെ അടുത്തൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. അവിടെ നീതി കിട്ടിയാലോ. മഹാനായ സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ വിശദീകരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. പക്ഷേ ആ വിധി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിലൊരു നീതിപൂർവമായ വിധി നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യം ചോദിച്ചു. അതേ നമ്മുടെ നോക്കിയിട്ടോന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ അടുത്ത് പോയിട്ട് വാളെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരൊറ്റ വെട്ട് പെരടി. ഉമറിന്റെ വിധി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം വിധിച്ചിട്ട് അത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെയുള്ള വിധി ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവം. നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക എന്ന് പറയുന്നത് സാധ്യമാകുന്ന രീതിയിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ നിർബന്ധമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നത് എടുത്തുപോയി, സാധ്യമാകുന്ന രീതിയിലും ഇല്ലാതെയായി പോയി. ഇന്നലെ ഉസ്താദ് പറഞ്ഞതുപോലെ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരുപാട് വട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നന്മയായി പോയോ, പഴയ കാലത്തുള്ള തിന്മകളൊക്കെ നന്മയായി പോയോ എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാവരും
തിന്മയോട് അനുകൂല നിലപാടെടുക്കുന്ന സാഹചര്യം. നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ എത്ര നിസ്കാരക്കാരായിട്ടും കാര്യമില്ല. സാധ്യമാകുന്ന രീതിയിൽ നമ്മൾ അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും അദാബിന് വിധേയരാകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരു ഗ്രാമത്തിലുള്ള ആളുകളെ മുഴുവൻ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ വരികയാണ്. ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ തിന്മ ചെയ്യുന്നവരാണ്. അക്കാരണത്താൽ എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടി ഓർഡർ വരികയാണ്. ആ സമയത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ആ രാജ്യത്തുള്ള ഒരു മഹാനായ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു തആലയോട് പറയുന്നു, പടച്ചവരെ, എല്ലാവരെയും നശിപ്പിക്കുമ്പോൾ നിനക്ക് ഇബാദത്ത് ചെയ്തു കൂടുന്ന, നിനക്ക് വേണ്ടി ആരാധനയിൽ മുഴുകിക്കൂടുന്ന ഒരു സാധുവായ മനുഷ്യനെ കൂട്ടത്തിലുണ്ടല്ലോ, അയാൾ മരണപ്പെട്ടു പോവുകയില്ലേ? അയാൾക്ക് ഈ അദാബ് വരികയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഓ ജിബ്രീൽ, അയാളും അദാബിന് വിധേയനാകണം. എന്തുകൊണ്ട്? അയാളുടെ സ്വന്തം കാര്യം മാത്രം നോക്കി ഇബാദത്തിലായി കഴിച്ചു കൂട്ടിയവനാണ്. ആ മനുഷ്യനോട് നന്മ കൽപ്പിക്കാൻ അയാൾക്ക് ബാധ്യതയുണ്ട്. തിന്മ കാണുമ്പോൾ അരുത് എന്ന് പറയാൻ ബാധ്യതയുണ്ട്. അത് നിർവഹിക്കാത്തത് കൊണ്ട് അയാളും ഈ അദാബിന് അവകാശിയാണ്. അയാളെ കൂടി നശിപ്പിച്ചോളൂ എന്ന് അല്ലാഹു പറഞ്ഞതായി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുൻകർ. നന്മ നിങ്ങൾ കൽപ്പിക്കുക തന്നെ ചെയ്യണം, തിന്മയെ നിങ്ങൾ നിരോധിക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ അദാബ് നിങ്ങളുടെ മേലിൽ ഇറങ്ങുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ മക്കളെ, നമ്മുടെ പേരക്കിടാങ്ങളെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ, നമ്മുടെ അയൽവാസികളെ എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യണം. നിങ്ങളിൽ ഒരാൾ ഒരു തിന്മ കണ്ടാൽ അവന് സാധ്യമാകുന്ന രൂപത്തിൽ അതിനെ തടഞ്ഞുകൊള്ളട്ടെ. നാവുകൊണ്ട് തടയാൻ, കൈകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ കൈകൊണ്ട് തടയട്ടെ. എന്നാൽ അത് സാധ്യമല്ലെങ്കിൽ പറഞ്ഞിട്ട് തിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ നന്മ കൽപ്പിക്കട്ടെ, തിന്മ നിരോധിക്കട്ടെ. അതിനും കഴിയില്ലെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് വെറുക്കട്ടെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആഖിർ സമാനിൽ വരുന്ന അവസ്ഥയെ സംബന്ധിച്ച് നന്മ കൽപ്പിക്കുകയില്ല, തിന്മ നിരോധിക്കപ്പെടുകയില്ല. സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടെ ചോദിച്ചവതാനിക യഖൂലിയ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെയൊക്കെ ഉണ്ടാവോ? നന്മ കൽപ്പിക്കാത്ത തിന്മ നിരോധിക്കാത്ത ഒരു കാലം ഉണ്ടാവോ? അവർക്കത് അത്ഭുതമായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതല്ല, അതിനപ്പുറം ഉണ്ടാവും. അതെന്താണ്? നന്മ നിരോധിക്കുകയും തിന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടം ഉണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നന്മ കൽപ്പിക്കുന്നവരൊക്കെ പരിഹാസ്യരാകുകയാണ്, അവരെ മോശമായി ചിത്രീകരിക്കുകയാണ്, അവരെ കല്ലെറിയുകയാണ്, ക്രൂശിക്കുകയാണ്. എന്നാൽ തിന്മ കൽപ്പിക്കുന്നവർ, അവർക്കാണ് സമൂഹത്തിൽ ഇന്ന് വലിയ സ്ഥാനവും അതുപോലെ തന്നെ അംഗീകാരവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബിയെ, അനുമതി തരൂ, ഞാൻ അവന്റെ പെരടി വെട്ടട്ടെ. അവൻ മുനാഫിഖായി പോയി. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഉമറേ, നീ മനസ്സിലാക്കണം, ഹാത്തിബ് ആരാണെന്നറിയുമോ? ബദറിൽ പങ്കെടുത്ത മഹാനല്ലേ ഹാത്തിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ മേലിൽ വെളിവായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്തും ചെയ്തുകൊള്ളുക, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ, എല്ലാം നിങ്ങൾക്ക് പുറത്തു നിൽക്കണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ബദരീങ്ങളോട്. എന്ന് വെച്ചാൽ എന്ത് വേണ്ടാത്തവർ ചെയ്യുന്നല്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം അതിൽ നിന്നുണ്ടാവുകയില്ല എന്ന്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അല്ലാഹു തആല അതൊക്കെ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹാത്തിബ് ബദറിൽ പങ്കെടുത്ത ബദരീകളിൽപ്പെട്ട മഹാനാണ്. അതുകൊണ്ട് ഉമറെ അങ്ങനെ പറയരുത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
വസല്ലം. ഒരു സാധാരണക്കാരനാണ് ഇത് ചെയ്തതെങ്കിൽ ഈ കുറ്റത്തിന്റെ ഗൗരവം എത്രയാ? ഇസ്ലാമിന്റെ സൈനിക നീക്കത്തിനെയാണ് ശത്രുക്കളിലേക്ക് ചോർത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. വിശ്വാസ വഞ്ചനയാണ്, വലിയ കുറ്റം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ബദറിൽ പങ്കെടുത്ത മഹാനായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള മഹാന്മാരായ 313 ബദരീകള്, ആ ബദരീകളെ തവസ്സുലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാകുന്ന ഒരു സയ്യിദ് വന്നിട്ട് നമുക്ക് ദുആ ചെയ്യാൻ പോവുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ മജ്ലിസ് ചെറിയ മജ്ലിസല്ല, ദിക്റിന്റെ മജ്ലിസാണിത്. അല്ലാഹുവിന്റെ മഹാന്മാരെ കുറിച്ച് പറയുക എന്ന് പറയുന്നത് ദിക്റാണ്. ദിക്റുൽ അംബിയാഇ ഇബാദാ വദിക്റുസ് സ്വാലിഹീന കഫാറാ. അംബിയാഇനെ സംബന്ധിച്ച് പറയുക എന്ന് പറയുന്നത് ഇബാദത്താണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് പറയല് അത് നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കുന്ന കാര്യമാണ്. ഈ മജ്ലിസിൽ നമ്മൾ ഇരുന്നു കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ മജ്ലിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദിക്റിന്റെ മജ്ലിസ്, ഈ മജ്ലിസിനെ അല്ലാഹുവിന്റെ മഹാന്മാരായ മലായികത്ത് വലയം ചെയ്തിട്ടുണ്ട്. ഇന്നലില്ലാഹി മലായികത്ത്, അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്. ആ മലക്കുകൾ അല്ലാഹുവിന്റെ ദിക്റിന്റെ മജ്ലിസ് എവിടെയാണ്, ഇൽമിന്റെ മജ്ലിസ് എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അവർ പല സംഘങ്ങളായി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് തലയാട്ട ഈ പള്ളിയുടെ മുറ്റത്ത് ഇതുപോലെയുള്ള ഒരു മജ്ലിസ് കാണുമ്പോൾ മലായികത്ത് വിളിച്ചു പറയും, തആലു ഹലുമു ഇലാ ഹാജതികും. മലക്കുകളെ, ഇതാ നിങ്ങൾ തേടി നടക്കുന്ന മഹത്തായ മജ്ലിസ് കണ്ടെത്തിയിരിക്കുന്നു. ഹലുമു ഇലാ ഹാജതികും, നിങ്ങൾ ആ ആവശ്യത്തിലേക്ക് മുന്നിട്ട് വരൂ, എല്ലാവരും ഇങ്ങോട്ട് കടന്നു വരൂ എന്ന് പറയും. അങ്ങനെ എല്ലാ മലക്കുകളും ഇതുപോലെയുള്ള മജ്ലിസിനെ വലയം ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം ഇരിക്കുന്ന മജ്ലിസിന്റെ മഹത്വത്തിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ 10 മിനിറ്റ് സമയം നമുക്കൊന്ന് നേരം വൈകി എന്ന് വരാം, നഷ്ടത്തിലാവുകയില്ല. നൂറുകണക്കിന് ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളല്ലേ നമുക്ക് നിറവേറി കിട്ടേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നിറവേറണം അല്ലേ? കോടിക്കണക്കിന് രൂപ മുടക്കിയാലും ലഭിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കാനിരിക്കുന്നത്. ചെറിയ ചെറിയ സംഖ്യകൾ നമ്മളെ കൊണ്ട് അത്രയല്ലേ കഴിയുള്ളൂ. അത് കൊടുത്തിട്ട് യജമാനനായ റബ്ബിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ നിറവേറി കിട്ടണം. നല്ല ഉറപ്പോടുകൂടെ, നല്ല മനസാന്നിധ്യത്തോടുകൂടെ ഈ മജ്ലിസ് കൊണ്ട് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന 100% ഉറപ്പുള്ളതായ ഈമാനോടുകൂടെ നമ്മളിവിടെ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ പടച്ച റബ്ബ് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മലക്കുകൾ ആ മജ്ലിസിനെ വലയം ചെയ്തിട്ട് സ്വഫ് സ്വഫായി അല്ലാഹുവിന്റെ സാമീപ്യം വരെ സ്വഫ് സ്വഫായി അവരെങ്ങനെ നിലകൊള്ളുമെന്നാണ്. എന്നിട്ട് അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കുമ്പോ, മലായികത്തെ, നിങ്ങൾ എവിടെന്നാ വരുന്നത്? അല്ലാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, എങ്കിലും അല്ലാഹു ചോദിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മദ്ഹുകൾ അതിങ്ങനെ കേൾക്കുക, മറ്റൊരാളുടെ വായിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഹബീബായ മുത്തുനബിയുടെ മദ്ഹ് ഒരാൾ പറയുന്നത് നമ്മൾ ഇങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയ ആനന്ദം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടവരെ പറ്റി നമ്മോട് ഒരാൾ ഇങ്ങനെ നല്ലത് പറഞ്ഞാൽ അത് നമുക്ക് വലിയ ആനന്ദം ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളോട് വലിയ ഇഷ്ടമാണ്, വലിയ ആദരവാണ്, വലിയ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ മലായികത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മലക്കുകളെ, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ മലക്കുകൾ പറയും, പടച്ചവനെ, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ദിക്റിന്റെ മജ്ലിസ് കണ്ട്, അവിടെ ഒരു ഇൽമിന്റെ മജ്ലിസ് കണ്ട്, ആ മജ്ലിസിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറയും. എന്നിട്ടോ എന്താണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല. മലക്കുകൾ പറയും, അല്ലാഹുവേ, അവർ നിങ്ങൾക്ക് ഹംദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു, അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു, നിന്റെ മഹാത്മ്യങ്ങളെ അവർ ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ അവർ എന്താണ് ചോദിക്കുന്നത്? അപ്പോൾ പറയും മലക്കുകൾ, പടച്ചവനെ, അവർ സ്വർഗ്ഗം ചോദിക്കുന്നു.
അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ മലക്കുകളെ? മലക്കുകൾ പറയും ഇല്ല റബ്ബേ, അവർ സ്വർഗം കണ്ടിട്ടില്ല. എന്നാൽ അവർ സ്വർഗം കണ്ടാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവരുടെ ചോദ്യം എപ്രകാരമായിരിക്കും മലക്കുകളെ? എന്തിനെ തൊട്ടാണ് അവർ അഭയം ചോദിക്കുന്നത്? മലക്കുകൾ പറയും പടച്ചവനെ, അവർ നരകത്തിനെ തൊട്ട് നിന്നോട് അഭയം ചോദിക്കുന്നു. നരകം അവർ കണ്ടിട്ടുണ്ടോ? അവർ കണ്ടിട്ടില്ല. നരകത്തിന് അവർ കണ്ടിരുന്നെങ്കിൽ എപ്രകാരമായിരിക്കും അവർ അഭയം ചോദിക്കുക? എന്നാൽ മലക്കുകളെ, എന്റെ മലക്കുകളെ, നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ, അവരെന്നോട് ചോദിച്ചതെല്ലാം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്തിനെ തൊട്ടാണ് അവർ അഭയം ചോദിച്ചത്, അത് ഞാൻ അവർക്ക് അഭയം നൽകിയിരിക്കുന്നു. സ്വർഗം ചോദിച്ചില്ലേ, അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചില്ലേ, അതൊക്കെ അവർക്ക് ഞാൻ നൽകി. എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് അവർ അഭയം ചോദിച്ചത്? നരകത്തിന് തൊട്ട് അഭയം ചോദിച്ചില്ലേ? രോഗങ്ങളെ തൊട്ട് അഭയം ചോദിച്ചില്ലേ? ആപത്ത് മുസീബത്തുകളെ തൊട്ട് അഭയം ചോദിച്ചില്ലേ? അതൊക്കെ ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ മലക്കുകളൊന്ന് ഇടപെടും, പടച്ചോനെ, അവര് എല്ലാവരും ദിക്ർ ചൊല്ലാനും ദ്വാരക്കാനും വന്നവരൊന്നല്ല. അവരുടെ കൂട്ടത്തിൽ ചില ആളുകള് അവിടെ വേറെന്തോ ഒരു ഭൗതികമായിട്ടുള്ള ആവശ്യത്തിന് വന്നവരുണ്ട്. അവിടെ ചീരണി കൊടുക്കുന്നുണ്ട്, ആ ചീരണി കിട്ടാൻ വേണ്ടി വന്നവരുണ്ട്. അതല്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ ആ പിറ്റേന്ന് കമ്മിറ്റിക്കാര് കാണുമ്പോൾ, അല്ലെങ്കിൽ സംഘാടകർ കാണുമ്പോൾ, അല്ലെങ്കിൽ ഉസ്താദ് കാണുമ്പോൾ എന്നെ കണ്ടില്ലാന്ന് ചോദിക്കും. അന്നേരം അതൊരു പ്രയാസമുള്ള കാര്യമില്ലേ? ആയതിനാൽ അങ്ങനെ മാനക്കേട് കരുതി വന്നവരുണ്ട്. അപ്പോൾ അല്ലാഹു തആല പറയുന്ന മറുപടി, അതൊന്നും പ്രശ്നമല്ല. ഈ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്ത, പ്രാർത്ഥനയുടെ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടതൊക്കെ അല്ലാഹു നൽകിയിരിക്കുന്നു. മഹാനായ സയ്യിദാവുൽ മജ്ലിസിലേക്ക് വരികയാണ്. അല്ലാഹു ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനികളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഏത് ആവശ്യം വെച്ചുകൊണ്ട് വന്നവരാണെങ്കിലും അവരെ കൂടെ ഇരുന്ന് ആരും പരാജയപ്പെടുകയില്ല. എല്ലാവർക്കും വേണ്ടതൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നു. മലായിക്കത്തെ നിങ്ങളെ സാക്ഷി നിർത്തി എന്ന് പ്രഖ്യാപിക്കുന്ന അനുഗ്രഹീതമായ മജ്ലിസാണ് ദിക്റുൽ മജ്ലിസ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ മജ്ലിസിന്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ, ഇതിന്റെ ബറക്കത്ത്, ഇതിന്റെ പുണ്യം കിട്ടണമെങ്കിൽ വളരെ നമുക്ക് അറിഞ്ഞൊക്കെ കേൾക്കാം. പക്ഷെ ഇനി ഇതിന്റെ കോലം മാറാണ്. ഇനി മഹാന്മാരായ ബദരീകളെ തപസ്സുലാക്കിക്കൊണ്ടുള്ളതായ മജ്ലിസിനോട് ചൊല്ലിയാണ്. അഭിമന്യരായ സയ്യിദ് അവർകൾ നമ്മുടെ മുമ്പിൽ വന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഒരുപാട് തവണ നമുക്ക് ഇവിടെ വരാനും നേതൃത്വം നൽകാനൊക്കെ തൗഫീഖ് നൽകട്ടെ. അവിടത്തേക്ക് അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ, ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഇനി എല്ലാവരും മജ്ലിസിൽ അടങ്ങിയിരിക്കണം. പുറത്ത് റോഡിലോ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ മലായിക്കത്തിന്റെ വലയത്തിന്റെ ഉള്ളിൽ പെട്ടാലേ ഈ ആനുകൂല്യമൊക്കെ കിട്ടുള്ളൂ, പുറത്തുള്ളവർക്ക് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ദ്വാരക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നത്, പുറത്തെവിടെയുണ്ട് ഉള്ളിൽ കയറിയിട്ട് ഒന്നുകൂടി കയറിയിട്ട് എന്ന് പറയുന്നത് ഇടങ്ങാറാക്കാൻ വേണ്ടി പറയില്ല. അള്ളാഹു നൽകുന്ന ഈ വലിയ ആനുകൂല്യം, ഏതാനുകൂല്യം? കോടാനക്കോടി റുപ്യ മുടക്കിയാൽ കിട്ടാത്ത ആനുകൂല്യം. ആ ആനുകൂല്യം ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചെറിയ ജീവിതത്തില് രക്ഷപ്പെടാനുള്ള വലിയ വലിയ അവസരങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ഇബാദത്തുകളൊക്കെ ആയിട്ട് മാറുന്നത് അള്ളാഹുവിന്റെ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം മജ്ലിസുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസിന്റെ എല്ലാവിധ ബറക്കത്തുകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കണം. ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കളുടെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരന് 1000 രൂപ, ഒരു സഹോദരൻ 500 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി
ഒരു സഹോദരൻ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ, ഒരു സഹോദരി രോഗശമനത്തിന് മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ, ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ, ഒരു സഹോദരൻ കടം കൊടുത്ത സ്വർണം തിരികെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, ദേവി പോയതിയാജി പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ. അദ്ദേഹം രോഗിയാണ്, നമുക്കറിയാം. അല്ലാഹു തആല പറയപ്പെട്ട ആളുകളുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഹാജിക്കാക്ക് അല്ലാഹു ശിഫാവ് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫയാക്കി നൽകട്ടെ. അതുപോലെ തന്നെ